എന്താ ഇങ്ങനെ പിന്നാമ്പുറം കാണിച്ച് തുടങ്ങണേന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്താണ് സീമ അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഞാനും കൂടെ കയറി അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറ കൃഷ്ണ സിൽക്സിൽ പോവാണ്. കൃഷ്ണയിലോ ചാരുതയിലോ എവിടെയെങ്കിലും അമ്മച്ചിക്കൊരു സാരി എടുക്കണം. അപ്പോൾ അതിൻ്റെ എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ പിള്ളേർക്കും കൂടെ എന്തെങ്കിലും വാങ്ങിക്കണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോകണം. 6 വർഷം ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഈ ഗവൺമെൻറ് പാലസ് ഗേൾസ് ഹൈസ്കൂള്. ഞങ്ങളുടെ ടീച്ചറിൻ്റെ വീടായിരുന്ന നേരെ ഓപ്പോസിറ്റ് കണ്ടിരുന്ന ഒരു ഇല്ലം പോലെ കണ്ടില്ലേ, അത് പണ്ടത്തെ എന്താ രാജാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണത്. പാലസുകളാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന രാജേശ്വരി തമ്പുരാൻ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ വീടാണ്. എല്ലാവരും തമ്പുരാൻ മാഡം, തമ്പുരാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ടീച്ചർ എന്നുള്ള വിളി കുറവാണ്. അങ്ങനെ ഞങ്ങൾ കൃഷ്ണ സിൽക്സിലെത്തി. എപ്പോൾ ചെന്നാലും ആദ്യം കയറി ചെല്ലുന്നത് നൈറ്റിയുടെ സെക്ഷനിലോട്ടാണ്. എന്തെടുക്കാൻ കയറി ചെന്നാലും ഓടി ചെല്ലുന്നത് അങ്ങോട്ടാണ്. തൽക്കാലം നൈറ്റി വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ലൈനിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടാണ്. അപ്പോൾ 2-3 ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ലൈനിങ് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ട ലൈനിങ്ങൊക്കെ എടുത്ത് റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. റയോണിൻ്റെ മെറ്റീരിയൽ ചോദിച്ചപ്പം റയോണിൻ്റെ ഇല്ലായിരുന്നു. അങ്ങനെ ഇത് ക്രേപ്പാണ് എടുത്തത്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 4.5 മീറ്റർ വെച്ച് മുറിച്ച് വാങ്ങിച്ച ശേഷം ഞങ്ങൾ അമ്മച്ചിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് സാരിയുടെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ആദ്യം കണ്ടിപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഡിസ്പ്ലേക്ക് ആരോ നോക്കിയിട്ട് ടേബിളിൽ ഉണ്ടായിരുന്ന ഈ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സീമയ്ക്ക് വേണ്ടിയിട്ടും ഒരു സാരി വേണമായിരുന്നു. അവൾക്ക് പള്ളിയിലൊരു പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതും നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു സാരിയിൽ കണ്ണുടക്കിയത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ 2 പേരുടെയും സാരിയുടെ സെയിം ആണ്. പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ, മറന്നുപോയി. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, തളർന്ന് കിടക്കുന്ന മെറ്റീരിയലാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വളരെ സുഖമായിരിക്കും. പിന്നെ ഇഴുകി പോകാതിരിക്കാൻ പിൻ ചെയ്ത് വെക്കണം എന്നുള്ളൂ. സാരി ഊർന്നു പോയാൽ അറിയില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ നന്നായിട്ട് ഉടുപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല കംഫർട്ടബിളായിട്ടിരിക്കുന്ന മെറ്റീരിയലായിരുന്നു. പിന്നെ ഈ കളറ് ആ ക്രീമും മജന്തയും കളറാണ് ഞങ്ങൾ എടുത്തത്. അമ്മച്ചിക്ക് എൻ്റെ കല്യാണത്തിന് വേണ്ടി എടുത്ത സാരി അങ്ങനത്തെ കളറായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞങ്ങൾ അത് എടുത്തത് കേട്ടോ. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി പറഞ്ഞു, എനിക്കിപ്പോൾ ലൈറ്റ് കളറാണ് ഇഷ്ടം, ലൈറ്റ് കളർ എടുത്താൽ മതിയായിരുന്നില്ലേ, ഞാനപ്പോൾ കേരള സാരി ഉടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ ഡെസ്പായി. എങ്ങനെയെങ്കിലും അമ്മച്ചീനെ കൊണ്ട് ഉടുപ്പിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നെ തിരിച്ച് വരണ വഴിക്ക് ഞങ്ങൾ കരിക്ക് വാങ്ങിച്ചു കുടിച്ച് വീണ്ടും സ്കൂളിൻ്റെ അരികത്തൂടെയുള്ള പഴയ ക്ലാസ് റൂമുകളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ഞങ്ങളുടെ ഗ്രൗണ്ടാണിത്. ഞാനൊരു പരിപാടിക്കും പങ്കെടുക്കാറില്ലെങ്കിലും എൻ്റെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും അവരുടെ സ്പോർട്സിന് അവർക്ക് കൂട്ടുപോയിരിക്കാറുള്ള പതിവുണ്ട് എനിക്ക്. അങ്ങനെ കൊക്കോ കളിക്കും അതുപോലെ റിലേക്കും എല്ലാത്തിനും അവർ പ്രാക്ടീസിന് പോകുമ്പോൾ കൂട്ട് വിളിച്ചുകൊണ്ട് പോകണതാണ് എന്നെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇരുമ്പ് പാലം കയറി ഗാന്ധി സ്ക്വയർ വഴിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എപ്പോഴും നോക്കുന്ന ഒരു വീടുണ്ട്. പുറത്ത് ആളെ കാണുമോ എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഞങ്ങൾ പോരാറുള്ള ഒരാളാണ് ശ്രീവത്സൻ ജെ മേനോൻ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടിയാണ് ഞങ്ങൾ പോരണത്. അപ്പോൾ ഈ വഴി കൂടി പോകുമ്പോൾ അങ്ങനെ എങ്ങാനും പുറത്തുണ്ടോ ഒന്ന് കാണാൻ പറ്റുമോ, ചുമ്മാ വെറുതെ ഒരു രസം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് പരിചയപ്പെടാനൊന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ. ഞാൻ ശ്രീവത്സൻ ജെ മേനോനെ കണ്ടെന്നെങ്കിലും പറയാമല്ലോ എന്ന് കരുതി. അങ്ങനെ വീട്ടിൽ വന്ന് 2 മണി അടുത്തായി ഞങ്ങളെത്തിയപ്പോഴേക്കും ആക്രാന്തം പിടിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേണ്. ഇതിലേതാണ് അമ്മച്ചിയുടെ സാരിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.